ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒരേ ഒരു നേന്ത്രപ്പഴം മതി നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തു പോയ പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 തുള്ളി വാനില എസൻസ് ഒറ്റിച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കിയതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. 1 കപ്പ് തികച്ചില്ല, അതുപോലെ 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടെ ഉണ്ട്. ആ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം മാറ്റുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്തതാണ്. വറുത്തത് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും കിട്ടത്തില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ ചെയ്താൽ മതി എന്നുള്ളവർക്ക് അതിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിന്റെ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഈ പലഹാരത്തിന് നെയ്യുടെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. അതും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൈവച്ചിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നത്. ആ ഒരു പഴവും ശർക്കരയും പാലും ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ നേരത്ത് ആ ഒരു മുഴുവൻ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബാക്കി പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പാലിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പഴവും പാലും വെച്ചിട്ടാണ്. നമുക്ക് കൈ വെച്ചിട്ട് ഏത് ഷേപ്പിലാണോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അതിനു വേണ്ടിയുള്ള ആ ഒരു പരുവാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ദാ ഇതേപോലെ ഞാൻ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ രണ്ടൊന്ന് വെള്ളത്തിൽ മുക്കി എടുത്തതിന് ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷമോ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ദാ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഇനി നമ്മൾ ഒരെണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തു ഈ ഒരു ഷേപ്പിൽ. ഇതേപോലെ തന്നെ വീണ്ടും കയ്യിലൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവനും ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അകമൊക്കെ വെന്ത് കിട്ടാനുള്ളത് കൊണ്ട് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരുന്ന അത്രയും നല്ലതാണ്. അതുപോലെ എല്ലാം ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, എങ്കിലെല്ലാം ഒരുപോലെ കിട്ടും. ഇപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.